സലീമേട്ട, നർമ്മത്തിന്റെ മേമ്പൊടി ഉണ്ടെങ്കിലും നെഞ്ചിൽ കൈവച്ചാണ് സലീം ഓരോ ഓർമ്മകളും എഴുതിയിരിക്കുന്നത്. അതിൽ ആത്മപരിഹാസമുണ്ട്. ഈ ആത്മപരിഹാസം എന്ന് പറയുന്നത് സെൽഫ് ട്രോൾ അല്ലേ? സെൽഫ് ട്രോൾ എന്ന് പറയുന്നതാണോ? നമുക്ക് അവതാരികയിൽ എഴുതിയ വാക്കുകളാണ് ഇത്. ശരിക്കും ഈ സെൽഫ് ട്രോളിന് ഒരു ആവശ്യകത ഉണ്ടോ? തീർച്ചയായും അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ആണല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം. അതെ, ഈ ചന്ദനക്കാറ്റാണോ അതോ മറ്റേ മാലിന്യക്കാറ്റാണോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ആത്മവിമർശനം ചെയ്യാൻ കെൽപ്പുള്ള ഒരുത്തന് മറ്റൊരുത്തന്റെ വിമർശനങ്ങൾ കാര്യമായിട്ട് ബാധിക്കില്ല. അവന് കുറെ സാധനങ്ങളുണ്ടല്ലോ. നമ്മളെ പറ്റിയുള്ള സാധനങ്ങൾ 90% നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് പറയാൻ വിഷയമില്ലാതെ വരും. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണല്ലോ നമ്മൾ പെട്ടുപോകുന്നത്. നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്, സമ്മതിച്ചു, നമുക്ക് ഇത്രേ ഉള്ളൂ, സമ്മതിച്ചു. ഇത് കഴിഞ്ഞാൽ പിന്നെ എതിരാളിയുടെ കയ്യിൽ വടിയില്ലാണ്ടാവും. പിന്നെ നമുക്ക് ഈ ആത്മവിമർശനം നർമ്മത്തിലൂടെ ആകുമ്പോൾ നമുക്കും അത് വേദനിക്കില്ല. ഓപ്പോസിറ്റ് വിമർശിച്ചാലും ഒക്കെ അത് വേദനിക്കില്ല. വിമർശനങ്ങളെ നമ്മൾ നേരിടാൻ ഏറ്റവും വലിയ പ്രശ്നം അതിന് ഉപയോഗിച്ച ഭാഷ, ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണല്ലോ. നർമ്മത്തിന് അതിന്റെ കുറെ സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ സലീമേട്ട? തീർച്ചയായിട്ടും. കാരണം അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ വിമർശിക്കുകയാണെങ്കിൽ മറ്റാരും കയറി നമ്മളെ വിമർശിക്കില്ല. അവന് അറിയാൻ സംഭവമാണ്. അറിയാൻ പറഞ്ഞിട്ട് നമ്മള് വരുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ആത്മവിമർശനം നല്ലതാണെന്ന് തന്നെയാണ്. സലീമേട്ടന്റെ ഡയലോഗുകൾ ട്രോളുകളിലും അതുപോലെ പ്രേക്ഷകർ പറഞ്ഞും ഫേമസ് ആയ ഡയലോഗുകൾ ചെറിയ ഡയലോഗുകളാണ്. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതി വായിച്ചാൽ അതിൽ വലിയ നീളത്തിലുള്ള നമുക്കൊന്നും തോന്നാത്തൊരു സാധനം ഇപ്പൊ വൺ ലൈൻ ആയിട്ട് ഇപ്പൊ എന്താ പേര്, നല്ല പേര് എന്നൊരു പേപ്പറിൽ എഴുതി വായിക്കുന്നത് നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷെ സലീമേട്ടൻ പറയുമ്പോൾ എന്താ പേര്, നല്ല പേര്. ഈ ഒരു മോഡുലേഷൻ അതാണ് ആ ഡയലോഗിൽ പങ്കു കളിക്കുന്നത്. സലീമേട്ടന്റെ ഈ മോഡുലേഷന്റെ കളരി സത്യം പറഞ്ഞാൽ എവിടെ നിന്നാണ്? മിമിക്രി ആണോ? ആയിരിക്കാം. ആണ്, മിമിക്രി ആണ്. കാരണം അതിലൂടെയാണല്ലോ നമ്മുടെ വളർച്ച. സിനിമയിൽ വരുന്നേക്കുമ്പോ ഒരു മിമിക്രി സ്റ്റേജിലൂടെയാണല്ലോ. ഈ ഇപ്പൊ എവിടെ നിന്നാണ് എന്താ പേര്, നല്ല പേര്, ഇയാൾ പേരൊന്നും കേട്ടിട്ടില്ല. എന്താ പേര്, കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ നല്ല പേര് പറയാൻ വേണ്ടി വന്നേക്കുന്ന ഇയാള്. അതായിരിക്കാം ഒരു പക്ഷെ അത് ചിരിയിട്ടത്. സലീമേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങളിൽ 2 സിനിമ സമാന്തര സിനിമകളായിരുന്നു. കമേഴ്സ്യൽ സിനിമ ഇപ്പോൾ ദൈവമേ കൈത്തോഴ കെ കുമാറാകണേ എന്നുള്ള സിനിമയുള്ള മറ്റു 2ഉം സമാന്തര സിനിമകളായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസറും സലീമേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കമേഴ്സ്യൽ സിനിമ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന. സലീമേട്ടൻ വിളിച്ചാൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സമാന്തര സിനിമയിലേക്കുള്ളൊരു ഡയറക്റ്റ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തതും ഇനിയിപ്പോൾ പുതിയ അങ്ങനത്തെ വല്ല സിനിമകൾ വരുന്നുണ്ടോ എന്നറിയാനുള്ളൊരു ആകാംക്ഷയാണ്. നമ്മള് ജീവിതം വെച്ചാൽ വളരെ ഷോർട്ട് പീരീഡാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് സാധൂകരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും ലക്ഷ്യം. അപ്പം എൻ്റെ മനസ്സിലൊരു ഈ മെൻ്റലി റിട്ടയർഡായിട്ടുള്ള പിള്ളേരെ കണ്ടപ്പോൾ ഇവരെ കുറിച്ച് എന്തുകൊണ്ട്, ഇവരുടെ കഥ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ആരുമില്ല അവർക്ക് പറയാനായിട്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളുണ്ട്. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് സത്താർ എന്ന് പറയും, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വയ്യാത്ത കുട്ടിയാണ്, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഈ സത്താർ. ആളുകൾ വലിയ സദസ്സ്, പഞ്ചായത്തിൻ്റെ സ്വീകരണം നടക്കുന്നു. കമൽ സാറൊക്കെ ഉണ്ട്, ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട്, വിജയരാഘവനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളിങ്ങനെ പൊക്കി പിടിച്ച് എന്തോ സാധനം പൊക്കി പിടിച്ചിട്ട് വരിക, കയ്യിലെന്തോ ഉണ്ട്, കയ്യിലിങ്ങനെ പൊക്കി പിടിച്ച് വരിക. അപ്പോൾ ആളുകൾ തടഞ്ഞു. കേന്ദ്രമന്ത്രിയുണ്ട് അന്ന്, KV തോമസ് കേന്ദ്രമന്ത്രിയാണ്. പോലീസുകാരും തടഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വിട്ടോളാൻ പറഞ്ഞു പിള്ള. അങ്ങനെ അവർ വിട്ട് കയറി വന്നു. 1 രൂപ എനിക്ക് എടുത്ത് തന്നവൻ. എൻ്റെ കണ്ണ് പറഞ്ഞു പോയത് ആ ഇത് കണ്ട്. പിന്നീട് ഞാൻ ഒരു ദിവസം പോകുമ്പോൾ ഈ സത്താർ പട്ടണം കവല എന്ന് പറഞ്ഞ കവലിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് വെറുതെ കരയാണ്. അപ്പോൾ അത് കുറേ ആളുകൾ ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ചുമ്മാ. എനിക്ക് വല്ല സങ്കടം തോന്നി. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് ഇവരുടെ ഒരു കഥ. കാരണം ഇവർക്കുണ്ട് കഴിവുകൾ എന്ന് തോന്നിയ സമയമാണ്. ഇവർക്കുണ്ട് കഴിവ്, ഇതൊന്ന് കാണിക്കണം. അങ്ങനെ ഞാൻ ഈ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ വെച്ചൊരു പടം ചെയ്തു. നമ്മളുടെ ട്രൂപ്പിൽ, ഞാൻ സലീമന്റെ ട്രൂപ്പിൽ കളിക്കുമ്പം നമ്മുടെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ നടക്കും. ഒരു 15 ദിവസത്തോളം വാവക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കും. അപ്പൊ ഈ സത്താർ വരും. ഈ സത്താർ ഈ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ റിഹേഴ്സൽ നടക്കുന്നിടത്ത് ഇരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കും. ഇതൊക്കെ കാണും. അത് കഴിഞ്ഞ് സത്താർ വൈകിട്ട് വീട്ടിൽ പോകും. അങ്ങനെ കൊണ്ട് ഞാൻ സത്താറിന്റെ മറ്റൊരു കഥ പറയുന്നത്,
ഒരു ദിവസം ഒരു 5 മണിയായിട്ട് ഈ സത്താർ വീട്ടിൽ പോകുന്നില്ല. അപ്പൊ നമ്മൾ പലതവണ സത്താറിനോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടൊക്കെ സത്താറിനൊന്നും അങ്ങനെ പറയാനൊന്നും അറിയില്ല. സത്താർ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നില്ല, എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. അവസാനം കുറെ നേരമായിട്ട് ഇവൻ എന്താണ് ഇതിങ്ങനെ പോവാത്തതെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ട്രൂപ്പിലുള്ള ഒരു ആർട്ടിസ്റ്റ് അവന്റെ അടുത്ത് എന്ന് എന്തോ കാണിക്കുന്ന കണ്ടു. പിന്നെ സത്താർ പോവുകയും ചെയ്തു. നമ്മൾ അന്വേഷിച്ചപ്പം ഈ സത്താറിന്റെ ഒരു പേഴ്സ് ഉണ്ട്, എപ്പോഴും അത് തുറന്നു നോക്കും, തിരിച്ചു വെക്കും. ഈ ആർട്ടിസ്റ്റ് അതിനകത്തുനിന്ന് 10 രൂപ എടുത്ത്, സത്താറിന്റെ 10 രൂപ ഇവൻ എടുത്ത്. ഈ 10 രൂപ ഇല്ലാത്തതുകൊണ്ടാണ് സത്താർ പോവാത്തത്. അവസാനം ഇവനിത് പ്രശ്നമാകുന്ന കണ്ടപ്പോൾ ഇവൻ സത്താറിന്റെ അടുത്ത് എന്നിരുന്ന് ഇത് തിരിച്ചു കൊടുത്തിട്ട് വന്നിരുന്നതാണ് ഈ പിടിച്ച ആള്. അങ്ങനെ ഒരുത്തനാണ് സത്താർ.